വീട്ടിലെത്തിയ ദേവു പതിയെ അച്ഛന്റെയും അമ്മയുടെയും പ്രതികരണം അറിയാനായി അവർക്കരികിൽ ഇരിപ്പുറപ്പിച്ചു. എന്നാലും അവൻ ഇത്രയും പണം എവിടെന്നാകും? വിനീത രമേശിനെ നോക്കി. എവിടെന്നായാലെന്താ, ഇത്രയും ദിവസമായിട്ടും ഒരാളും ആ സ്ഥലം നോക്കാൻ പോലും വന്നില്ല. ഇന്നിപ്പോ അവനത് വാങ്ങാൻ തയ്യാറാണ്. പണവും ഉണ്ട്, അതങ്ങ് കൊടുത്തേക്കാം. രമേശ് അത് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും ആ പെങ്കൊച്ചിന്റെ ഭാഗ്യം ഒന്ന് നോക്കണേ. സ്വന്തം വീട്ടിൽ നിന്ന് ഒരു പൊട്ടു പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല. എന്നാലും ഇവിടെ ആ ചെക്കൻ പൊന്നങ്ങോട്ട് കൊണ്ടുപോയിട്ട് കെട്ടിക്കൊണ്ടുവന്നു. പോരാതെ ഇപ്പൊ എത്ര ലക്ഷം രൂപയുടെ സ്ഥലമാണ് വാങ്ങാൻ പോകുന്നത്. ഇതൊക്കെ വീണയ്ക്ക് കിട്ടേണ്ടിയിരുന്നതാണ്. ബുദ്ധിമോശം അല്ലാതെ എന്താ? വിനീതയ്ക്ക് എത്ര അടക്കി പിടിച്ചിട്ടും അസൂയ അടക്കാൻ കഴിഞ്ഞില്ല. നിർത്തിക്കോ വിനീതേ, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി വർത്തമാനം വേണ്ടാന്ന്. രമേശൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് പറഞ്ഞതോടെ വിനീത ഭയന്നുപോയി. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞതല്ലേ രമേശേട്ടാ? നീ ഒന്നും പറയണ്ട. വീണയ്ക്ക് അവനെ കെട്ടാനും ആ കരുതലും സ്നേഹവും അറിഞ്ഞ് ജീവിക്കാനും യോഗയില്ല. ഇനിയിപ്പൊ കണ്ടറിയാം ഇതൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടാലും ജീവിതം എന്താവുമെന്ന്. ഇനി ആ ചെറുക്കന്റെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കി ഓരോന്ന് ഒപ്പിക്കണ്ട. അവരെങ്കിലും സന്തോഷത്തോടെ കഴിയട്ടെ. വേദനയോടെ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മ എന്തിനാ എപ്പോഴും ഇമ്മാതിരി സംസാരിക്കുന്നത്? മനുവേട്ട ആത്മാർത്ഥമായാണ് ചേച്ചിയെ സ്നേഹിച്ചിരുന്നത്. എത്ര പവൻ സ്വർണം ചേച്ചിയെ ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തത്. എന്നിട്ടൊടുവിൽ പഠിപ്പുമില്ല, ജോലി പോരാ എന്നൊക്കെ പറഞ്ഞ് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി. എന്നിട്ടിപ്പോഴും അമ്മ പറയുന്നത് കേട്ടാ തോന്നും ആ മനുഷ്യനാണ് എല്ലാത്തിനും കാരണമെന്ന്. എങ്ങനെയെങ്കിലും ആ സ്ഥലം മനുവേട്ടിന് കൊടുത്ത് എത്രയും പെട്ടെന്ന് വീണച്ചിയുടെ കല്യാണം നടത്താൻ നോക്കിക്കേ. അല്ലാതെ മീനുവിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തതിന്റെ അളവ് അമ്മ നോക്കണ്ട. എല്ലാവരും ആദ്യത്തിനെ പോലെ പെണ്ണു വീട്ടുകാരുടെ പണത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. ബാങ്കിൽ നിന്ന് വരും വഴി സംസാരം കേട്ട് അവിടെ വാതിക്ക നിന്ന വീണയെ കാണെ അല്പം കൂടെ തറപ്പിച്ചു പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദേവു. വീണ ദേവുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയെങ്കിലും ദേവു അവളെ പുച്ഛിച്ചു നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്താ അമ്മ ഇവിടെ ഒരു സംസാരം? ഇനി കല്യാണം കഴിഞ്ഞാലും ഈ വർത്തമാനം തന്നെ ആവില്ലേ ദേവുവിന്റെ വായിൽ നിന്ന് വരുന്നത്? ദേവു അമ്മയായുള്ള വർത്തമാനം ഇഷ്ടാവാതെ വീണ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യല്ലേ, അതപ്പോ നോക്കാം. ആ പിന്നെ ആ വീട് സ്ഥലവും മനു വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് 30 ലക്ഷത്തിന്. വീണയെ തന്നെ ഉറ്റുനോക്കി വിനീത പറഞ്ഞു. എന്താ ചുമ്മാ തമാശ പറയില്ലേ? മനോജ് മഹാദേവൻ എന്ന ഗാംഭീര്യമായ പേരല്ലാതെ ഒരു ചുക്കുമില്ല അയാളുടെ കയ്യിൽ. വീണ വിനീത പറഞ്ഞത് കാര്യമാക്കാതെ ബാഗ് കൊണ്ടുപോയി ബെഡിലേക്ക് ഇട്ടു. കഴിഞ്ഞോ വീണെ നിന്റെ പുച്ഛിക്കൽ? ഞാൻ പറഞ്ഞത് സത്യമാണ്. മനു ആ സ്ഥലം വാങ്ങാ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിനീത വീണ്ടും പറയുമ്പോൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നൊരു ചിന്തയോടെ വീണ അവിടെ തന്നെ ഇരുന്നു, ആലോചനയോടെ. ആരായാലും സാരമില്ല, കൊടുക്കാൻ തന്നെ തീരുമാനിച്ചതല്ലേ. ആ പെൺകുട്ടി എങ്ങനെ ജനിച്ചായാലും എന്താ, ഭാഗ്യമുള്ളവളാണ്. പിറുപിറുത്തുകൊണ്ട് വിനീത അടുക്കളയിലേക്ക് പോയി. ഉണ്ണിയേട്ടാ, അച്ഛൻ ഉണ്ടെന്ന് തോന്നുന്നു. മനു മുറ്റത്തുകൊണ്ട് നിർത്തിയ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശിവൻകുട്ടിയുടെ സ്കൂട്ടർ കണ്ട് മീനു പേടിയോടെ അവന്റെ കൈ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്തിനാ എന്റെ പൊടി പേടിക്കുന്നേ? ഉണ്ണിയേട്ടയില്ലേ കൂടെ? അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറുമ്പോൾ മനു പറഞ്ഞു. ഓ വന്നു നാശം പിടിച്ചവൾ, ഇതിനെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മീനുവും മനുവും കയറി വരുന്നത് കണ്ട് സ്വയം പറഞ്ഞു ഞെറുമ്മിക്കൊണ്ട് ജലജ മുറിയിലേക്ക് കയറിപ്പോയി. ശാലുവിന്റെ മുറിവാതിൽ അടഞ്ഞു കിടന്നു. അതുപോലെ ശിവൻകുട്ടി ഉറങ്ങുന്നത് കൂടെ കണ്ടതും മീനുവിന് ശ്വാസം നേരെ വീണു. അവൾ മനുവിന്റെ കൈയും പിടിച്ച് വീടിന് പിന്നിലേക്ക് ചെന്നു. അമ്മ. പൈപ്പിന്റെ ചുവട്ടിൽ നിന്ന് കൈ കഴുകുകയായിരുന്നു തുളസി. ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മീനു മോളെ. നിറഞ്ഞ കണ്ണോടെ ഓടി വന്ന തുളസി അവർക്കരികിൽ. എന്താ മക്കളെ രണ്ടാളും കൂടെ? ശരത്തൊന്നും പറഞ്ഞില്ലല്ലോ? തുളസി വെപ്രാളത്തോടെ ചോദിച്ചു. അമ്മ ഇങ്ങനെ പേടിക്കുവാൻ മാത്രം ഒന്നുമില്ല, ഇങ്ങോട്ടിരുന്നേ. മനു അവരെ ആ തിണ്ണയിൽ പിടിച്ചിരുത്തി. അവർക്കരികിൽ തന്നെ മനുവും മീനുവും ഇരുന്നു. മനു തന്നെയാണ് സ്ഥലം വാങ്ങുന്ന കാര്യവും അതിനാവശ്യമായ പണമുണ്ടായ വഴിയുമൊക്കെ തുളസിയോട് പറഞ്ഞത്. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല മോനെ. എന്താണോ നല്ലത് ആ വഴിക്ക് ചിന്തിച്ച് ചെയ്താൽ മതി. ഒരിക്കലും ഒരിടത്തും ചതി പറ്റരുത്. മനു പറഞ്ഞതൊക്കെ കേട്ടതിന് ശേഷം തുളസി പറഞ്ഞു. അവർക്ക് പിന്നിൽ മറഞ്ഞു നിന്ന് ഇതൊക്കെ കേട്ട ജലജ നെഞ്ചെ കൈവച്ചു പോയി. ഈശ്വരാ, 30 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങാൻ പോകുന്നു. ഈ ചിക്കന്റെ കയ്യിൽ ഇതിന് മാത്രം പണം ഉണ്ടായിരുന്നു. അസൂയ മൂത്തിരിക്കാനോ നിൽക്കാനോ വയ്യാതെ ജലജ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തുളസി ഇട്ടുകൊടുത്ത കട്ടൻ ചായയും കുടിച്ച് ശരത്ത് വന്നപ്പോൾ അവനോടും കാര്യം പറഞ്ഞിട്ടാണ് മീനുവും മനു തിരികെ പോയത്. ആ സമയത്തൊന്നും ശാലുവോ ശിവൻകുട്ടിയെ പുറത്തേക്കിറങ്ങി വന്നതേയില്ല. മനു. രാവിലെ ഓട്ടോവുമായി പോകാൻ മനു റെഡിയായി വരുമ്പോഴാണ് രമേശ് അങ്ങോട്ട് കയറി വന്നത്. എന്താ മാമ, നീ പോകാൻ തയ്യാറായോടാ? ആ വില്ലുമംഗലത്തെ അമ്മമ്മയുടെ ഓട്ടോ ആണ്. ശരിയാണല്ലോ, ഞാനത് മറന്നു. മനു, സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ എന്ന് നടത്താൻ പറ്റും നിനക്ക്? എന്ന് വേണേലും നടത്താം. അതിനു മുമ്പ് മാമൻ ആ പ്രമാണത്തിന്റെ കോപ്പിയോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് തന്നാ കൊള്ളാമായിരുന്നു. മനു ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ മനു പ്രമാണത്തിന്റെ കോപ്പിയൊക്കെ ചോദിക്കുന്നത്? അത്ര വിശ്വാസമേ ഉള്ളോടാ നിനക്ക് നിന്റെ മാമനോട്? രമേശിന് പിന്നാലെ അങ്ങോട്ട് കയറി വന്ന വിനീത ചോദിച്ചു. ഇവിടെ സ്നേഹം വിശ്വാസം ഒന്നും ഇവിടെ ഇല്ല മാമി. മുൻപ് ഞാനിങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എല്ലാവരെയും വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ എന്നെ വിശ്വസിച്ചു ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്. നാളെ ഒരു ദിവസം ഞാനില്ലാതെ ആയാലും ആരുടെ മുന്നിലും കൈ നീട്ടാതെ അവൾക്ക് ജീവിക്കണമല്ലോ.
അപ്പൊ ഞാനൊന്നും നോക്കാതെയും കാണാതെയും എല്ലാവരും കണ്ണും പൊട്ടി വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മുൻപുള്ള എന്റെ അനുഭവം ഒന്നും അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഡോക്യുമെന്റ്സിന്റെ കോപ്പി കൊണ്ടുവന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ രജിസ്ട്രേഷൻ നടത്താം. എന്നാൽ ഞാൻ പോയിട്ട് വരാം. മനു ഓട്ടോയ്ക്കകത്തേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞ ശേഷം മീനുവിനെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിയിട്ട് ഓട്ടോ പുറത്തേക്ക് ഓടിച്ചു പോയി. എന്നാലും അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ രമേശേട്ടാ? ചെക്കന് നമ്മളെ വിശ്വാസം ഒട്ടും ഇല്ലെന്നല്ലേ? വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ വിനീത അയാളോട് പറഞ്ഞു. വിശ്വാസം ഉണ്ടാവാനും മാത്രം ഉള്ളതൊക്കെ ആണല്ലോ അല്ലേ നിന്റെ മോള് ചെയ്തു കൂട്ടിയത്? പല്ല് കടിച്ച് പറഞ്ഞുകൊണ്ട് അയാൾ വീട്ടിലേക്ക് കയറി തന്റെ മുറിയിൽ ചെന്ന് അലമാരയിൽ നിന്ന് പ്രമാണം വെച്ചിരുന്ന ഫയലെടുത്തു. മനു പോയതും വാതിലടച്ച് കുറ്റിയിട്ട് വന്ന് അടുക്കളയിലിരുന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മുഖവും വീർപ്പിച്ചു വെച്ച് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി മീനു. ഡി, എന്താടി ഒറ്റയ്ക്കെന്ന് കാര്യം പറയുന്നത്? പിന്നിലെ അലക്കുകല്ലിൽ തുണി അലക്കുന്ന മീനുവിന്റെ അരികിൽ വന്നു നിന്ന് ദേവു തിരക്കി. ഒന്നുമില്ലടി, ഞാൻ എന്തോ ആലോചിച്ചെന്ന് പുലമ്പിയതാണ്. മീനു അവസാനത്തെ തുണിയും പിഴിഞ്ഞു വിരിച്ചുകൊണ്ട് ദേവുവിനോട് പറഞ്ഞു. വാടി, ഇന്ന് മീൻകറി വെക്കണം. എന്ത് മീനാടി വാങ്ങിയത്? പേരൊന്നും അറിയില്ല. വലിയൊരു മീൻ വെട്ടിയാണ് ഉണ്ണിയേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നത്. മീനു ബക്കറ്റ് ഒതുക്കി വെച്ചിട്ട് അടുക്കളയിൽ കയറി. കൂടെ ദേവുവും. ഇത് നെയ്മീനാടി. ഫ്രിഡ്ജിൽ നിന്ന് മീനു പുറത്തേക്ക് എടുത്തു വെച്ച മീൻ നോക്കിയിട്ട് ദേവു പറഞ്ഞു. ഇതൊക്കെ കറി വെക്കാൻ നിനക്ക് അറിയോ മീനു പെണ്ണേ? മീനുന്റെ മൂക്കിൽ പിടിച്ചൊന്ന് തിരിച്ചുവിട്ട് ദേവു ചോദിച്ചു. അറിയും പോലെ ഉണ്ടാക്കിയാൽ മതിയെന്നാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞത്. മീനു മീൻ വൃത്തിയാക്കുമ്പോൾ പറഞ്ഞു. മീൻ വൃത്തിയാക്കി വെച്ചിട്ട് മീനു അരപ്പ് തയ്യാറാക്കി. തക്കാളിയും പച്ചമുളകും ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അവൾ കണ്ണും വെച്ച് നിൽക്കുന്ന ദേവുവിനെ നോക്കി. ദേവു, എന്താണ് നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത്? എന്റെ മീനു, നിനക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായി ചെയ്യാൻ പറ്റുന്നത്? വൃത്തിയായും അടുക്കും ചിട്ടയോടും കൂടെ ഓരോന്ന് ചെയ്യുന്ന മീനുവിനോട് ദേവു അത്ഭുതത്തോടെ തിരക്കി. നീ ഇങ്ങനെ ഒന്നും ചോദിക്കില്ലേ എന്റെ ദേവു. ഞാൻ ഇതൊക്കെ എങ്ങനെയോ കണ്ടും കേട്ടും ഒക്കെ ചെയ്യുന്നതാണ്, അല്ലാതെ. മീനു വല്ലായ്മയോട് പറഞ്ഞു. സത്യമായും എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ. പക്ഷെ കുറച്ച് വല്ലതും ചെയ്യുമ്പോൾ മടി വരും. അതാ ഞാൻ ഒന്നും ചെയ്യാൻ ശ്രമിക്കാതെ ഇരിക്കുന്നത്. താടിയിൽ കൈയും വെച്ച് മീനുവിനെ നോക്കി ദേവു വലിയ കാര്യം പോലെ പറഞ്ഞു. മനുവേട്ടൻ വന്നടി. ഇന്ന് നേരത്തെ ആണല്ലോ, 11 മണിയല്ലേ ആയുള്ളൂ. ഓ, ഈ അമ്മ. എടി, അമ്മ വിളിക്കുന്നുണ്ട്. എന്തോ ജോലിയാണ്, പോയിട്ട് പിന്നീട് വരാവേ. ദേവു ഫോണിൽ നോക്കിക്കൊണ്ട് മീനുവിനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. മനുവിനെ നോക്കി പിന്നീട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവു വീട്ടിലേക്ക് ഓടി. മനു വീടിനുള്ളിൽ കയറി വന്നിട്ട് അവന് മുഖം കൊടുക്കാതെ നിൽക്കുന്നവളെ കാണെ അവന്റെ കണ്ണൊന്ന് കുറുക്കി. പൊടിയേ. അടുക്കള വാതിക്കൽ നിന്ന് മനു വിളിച്ചു. മനുവിനെ നോക്കിയിട്ട് മുഖം വെട്ടിത്തിരിച്ചു മീനു. ഒറ്റ നോട്ടത്തിൽ ആ മുഖവും കണ്ണുമൊക്കെ ചുവന്നിരിപ്പുണ്ടെന്ന് മനുവിന് മനസ്സിലായി. പക്ഷെ എന്തിന്? ആലോചനയോടെ അവൻ മീനുവിന്റെ അരികിലേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. തൊടണ്ട, മാറിക്കേ. മീനു മനുവിനെ തള്ളി മാറ്റി. ഒപ്പം കണ്ണുകൾ നിറഞ്ഞു തൂവുകയും ചെയ്തു. എന്താ പൊടി, കാര്യം പറ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മനു ഇത്തിരി ദേഷ്യത്തോടെ മീനുന്റെ കയ്യിൽ ബലമായി പിടിച്ചു നിർത്തി. ഒന്നുമില്ല. ഉണ്ണേട്ടന് കുടിക്കാൻ എന്താ വേണ്ടേ? മീനു മുഖം താഴ്ത്തി മനുവിനെ നോക്കാതെ ചോദിച്ചു. അവൻ പിടിച്ച കൈത്തണ്ട അവൾക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു. ഡി, മര്യാദയ്ക്ക് എന്താന്ന് പറയും. മനു പൊട്ടിത്തെറിച്ചു. മീനുവിനെ കയ്യിൽ പിടിച്ചൊന്നും ഉലച്ചിട്ട് മുഖത്തേക്ക് നോക്കി. വേണ്ട, വേണ്ടല്ലോ. വിതുമ്പിക്കൊണ്ട് അവൾ അവന്റെ ദേഹത്തേക്ക് തന്നെ ചാഞ്ഞുകൊണ്ട് ചുറ്റിപ്പിടിച്ചു. അവൾ നിറഞ്ഞു തുളുമ്പുന്ന ആ കണ്ണുകൾ കാണെ മനുവിന് സങ്കടം വന്നുപോയി. എന്താടാ, എന്തിനാ സങ്കടം? നീ പറയാതെ ഉണ്ണിയേട്ടൻ എങ്ങനെയാണ് അറിയുക? എന്റെ പൊടിക്ക് എന്തെങ്കിലും വയ്യുകയാണോ? അവളുടെ മുഖം കൈകളെ കോരിയെടുത്ത് ആ നെറ്റിയിൽ ചുണ്ടമർത്തി മനു തിരക്കി. എന്തിനാ ഉണ്ണിയേട്ടൻ മാമനോട് അങ്ങനെ പറഞ്ഞത്? ഏങ്ങലടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. എങ്ങനെ പറഞ്ഞു? എന്താടാ? മനുവിന് അവളെ പറഞ്ഞത് മനസ്സിലായില്ല. മരിച്ചു പോവുമെന്ന് പറഞ്ഞില്ലേ? ഇനി പറയല്ലേ. മീനുവിന് വേറെ ആരാ ഉള്ളത്? വിതുമ്പി വിങ്ങി ഏങ്ങിക്കൊണ്ട് മീന് പറയെ മനു ഞെട്ടിപ്പോയി. അതപ്പോ പറഞ്ഞു പോയതാണ്. പിന്നീട് അതിനെക്കുറിച്ച് ഓർത്തത് പോലും ഇല്ല. എന്റെ പെണ്ണേ. മനു അവളെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി. അവന്റെ നെഞ്ചിൽ ആ കുഞ്ഞു മാറട അമർന്നു ഞെരിഞ്ഞു. മീനുവിന് വേദനിച്ചു. എന്നാൽ പോലും അനങ്ങാതെ അവനെ ചുറ്റിപ്പിടിച്ചു തന്നെ നിന്നു അവൾ. പൊടിയേ, ഉണ്ണിയേട്ടന്റെ പൊടിക്ക് സങ്കടായോടാ? സോറി, ഇനി അങ്ങനെ ഒന്നും പറയൂല. അറിയാതെ പറഞ്ഞു പോയതാണ്. അവളെ നിലത്ത് നിന്ന് ഉയർത്തി സ്ലാബിൽ കയറ്റി ഇരുത്തി. പിന്നെ ആ കാലുകൾ അകത്തി അതിനിടയിൽ കയറി നിന്ന് ആ മുഖം കൈകളിൽ പൊതിഞ്ഞെടുത്തു മനു. കരയല്ലേ പൊടി. ഉണ്ണിയേട്ടൻ പറഞ്ഞു വന്ന ഫ്ലോയിൽ പറഞ്ഞതാണ്. അതെന്റെ പൊന്നിന് ഇത്ര സങ്കടാവുമെന്ന് ഓർത്തില്ല. പോട്ടെ. ആ നെറ്റിയിലും കണ്ണിലും കവിളിലും ഒക്കെ മനുവിന്റെ ചുണ്ടുകൾ പതിഞ്ഞു. പതിയെ, വളരെ പതിയെ ചുണ്ടുകൾ ആ ഇളം ചുണ്ടിലൊന്ന് അമർന്നു മാറി. വിറച്ചുകൊണ്ട് മീനു ഒന്ന് പിടഞ്ഞു. മനു അവളെ എടുത്തുയർത്തി ഇടുപ്പിലിരുത്തിക്കൊണ്ട് ആ ചൊടിയിൽ പതിയെ നാവുകൊണ്ടൊന്നുരസി. അവൾ അവന്റെ കഴുത്തിൽ ഇരു കൈയും ചുറ്റിപ്പിടിച്ചു. അടുത്ത നിമിഷം മനു ആ കീഴ്ചുണ്ട് നുണഞ്ഞെടുത്തു. ധൃതി കൂട്ടാതെ മൃദുവായി അവളെ ഒട്ടും വേദനിപ്പിക്കാതെ അവൻ ചുണ്ടും നാവും കൊണ്ട് നുണഞ്ഞുകൊണ്ടിരുന്നു. ഇരുവരുടെയും മിഴികൾ കൂമ്പിയടഞ്ഞുപോയി. കോപ്പി എടുത്തോ രമേശേട്ടാ? പുറത്തു പോയിട്ട് വന്ന് പ്രമാണത്തിന്റെ ഒറിജിനൽ തിരികെ അലമാരയിൽ വെച്ച് പൂട്ടിയ അയാളോട് വിനീത ചോദിച്ചു. എടുത്തു. 30 എന്നുള്ളത് മനുവിന് കുറച്ചുകൂടെ തരാമായിരുന്നു രമേശേട്ടാ. സ്ഥലം തന്നെ 17 സെന്റില്ലേ? 17 ഇല്ല, 15 ഉള്ളൂ.
പിന്നെ 30 കൂടുതൽ കിട്ടുമെങ്കിൽ നിന്റെ ബന്ധുക്കൾ ആരോടെങ്കിലും വന്ന് വാങ്ങിക്കാൻ പറയും. ഞാൻ മനുവിന് കൊടുക്കുന്നില്ല. എന്തേ? രമേശൻ തിരിഞ്ഞു നിന്ന് വിനീതയെ തറപ്പിച്ചു നോക്കി. ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ വായ അടപ്പിക്കാൻ നല്ല സാമർഥ്യമാണല്ലോ. വിനീത മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. എടി, ഇപ്പൊ ഞാൻ ഈ വിലക്ക് അത് കൊടുത്തു കല്യാണം നടത്താതെ ഇരുന്നാൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ? ആദ്യം നീ കഴിക്കാൻ വല്ലതും താ, വിശന്നിട്ട് പാടില്ല. രമേശ് ഊണ് കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ അരികിലേക്ക് വന്ന് കസേര വലിച്ചിട്ട് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ആ, ഇപ്പൊ തരാം. വിനീത അയാൾക്ക് ചൂട് ചോറ് വിളമ്പി കൂടെ തന്നെ ദേവും വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. അച്ഛാ, കോപ്പി എടുത്തോ? ദേവു അയാളോട് തിരക്കി. ആ, എടുത്തു. നിനക്ക് എന്നാണ് എക്സാം തുടങ്ങുന്നത്? ചോറ് വായിലേക്ക് വെച്ചുകൊണ്ട് രമേശൻ ചോദിച്ചു. തിങ്കൾ തുടങ്ങും. വലിയ പഠിപ്പോ ജോലിയോ ഒന്നും ഇല്ലെങ്കിലും സ്വഭാവം നല്ലതാവണം. വീണയെപ്പോലെ ആവരുത്, അതേ അച്ഛന് പറയാനുള്ളൂ. അയാൾ കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ദേവു വിഷമത്തോടെ അച്ഛൻ പോകുന്ന വഴി നോക്കിയിരുന്നു. അച്ഛൻ ഒട്ടും കഴിച്ചില്ലല്ലോ. വല്ലായ്മയോടെ വിനീത ദേവുവിനോട് പറഞ്ഞു. വിഷമം ഉണ്ടമ്മേ, അച്ഛൻ തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. ആ സ്ഥലം മനുവേട്ടൻ വാങ്ങിയില്ലെങ്കിൽ കല്യാണം എങ്ങനെ നടക്കുമെന്നാ? ദേവു വിനീതയോട് ചോദിച്ചു. എന്തായാലും അവൻ അത് വാങ്ങിക്കും. എങ്ങനെയും കല്യാണം നടത്തിവിടാം. ഇനിയിപ്പോ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്തിനാ? വിനീതയ്ക്ക് അയാളുടെ വിഷമം മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്കിലും ചേച്ചി, നമ്മളെ ആരും ഓർക്കുന്നില്ലല്ലോ അമ്മേ. ഇതൊക്കെ കൊടുത്ത് കെട്ടിക്കേറി ചെന്നാലും സന്തോഷം ഉണ്ടാവോ? ദേവു വിനീതയോട് ചോദിക്കെ ഇതേ ചോദ്യവുമായി രമേശനും ഉമ്മറത്തിണയിൽ ഇരിപ്പുണ്ടായിരുന്നു. മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയും അവരെ കണ്ണും പൂട്ടി വിശ്വസിക്കും. അതുപോലെ ഞാനും നിന്റെ അച്ഛനും നിങ്ങളെയും വിശ്വസിച്ചു. അതാണ് പറ്റിപ്പോയത്. വിനീത പാത്രങ്ങളൊക്കെ പെറുക്കി അടുക്കളയിൽ പോകുമ്പോ പറഞ്ഞു. അമ്മ ഇനിയിപ്പോ വിഷമിക്കണ്ട. എല്ലാം വരും പോലെ വരട്ടെ. ആദിത്യനെ കണ്ടിട്ട് മനുവേട്ടനെ ഒഴിവാക്കിയെന്ന് അയാൾക്കും അറിയാമെന്ന് തോന്നുന്നു. ഇനി ചേച്ചി എത്ര കണ്ട് അയാൾ സ്നേഹിക്കും വിശ്വസിക്കും എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും ചെയ്യാനുള്ളത് ചെയ്യാം. പിന്നെയെല്ലാം അവളുടെ വിധി പോലെ വരട്ടെ. വിനീതയെ ആശ്വസിപ്പിക്കുന്നതിനൊപ്പം അവളും സ്വയം ആശ്വാസം കണ്ടെത്തിയതാണെന്ന് തോന്നി രമേശന്. അയാൾ നിറ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പ്രമാണത്തിന്റെ കോപ്പിയും എടുത്ത് മനുവിന്റെ വീട്ടിലേക്ക് നടന്നു. ഏറെ നേരത്തിന് ശേഷം മനു മീനുവിന്റെ ചുണ്ടുകൾ മോചിപ്പിക്കുമ്പോൾ അവൾ തളർന്നു പോയിരുന്നു. ഉണ്ണിയേട്ടന്റെ പൊടിയെ നെഞ്ചി ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മനു വിളിച്ചു. അവന്റെ നെഞ്ചിൽ കവിൽ ചേർത്ത് കണ്ണുകൾ അടച്ച് മീനു മൂളി. പൊടിയെ. മനുവിന്റെ ഓരോ വിളിയിലും വാത്സല്യവും പ്രണയവും തിങ്ങി. അപ്പോഴും അവൾ മൂളിയതേ ഉള്ളൂ. കഴിക്കണ്ടേ? വിശക്കുന്നില്ലേ എന്റെ പൊടിക്ക്? മനുവ തടിച്ചു വീങ്ങിപ്പോയ അവളുടെ ചൊടിയിലെ നനവ് തള്ളവിരൽ കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് ചോദിച്ചു. വിശക്കുന്നു. ഉണ്ണിയേട്ടന് വിശക്കുന്നില്ലേ? എനിക്കത്ര വിശപ്പൊന്നുമില്ല. ഞാനിപ്പോ ഇച്ചിരി മധുരം കഴിച്ചിരുന്നു, അതുകൊണ്ടാവും വലിയ വിശപ്പൊന്നുമില്ല. ചമ്മലോടെ കണ്ണടച്ച് നെഞ്ചിൽ മുഖാമർത്തിയിരിക്കുന്ന മീനുവിന്റെ കവിളിൽ തലോടി മനു പറഞ്ഞു. മധുരമോ? എവിടെന്ന് കഴിച്ചതാ? മീനു അവന്റെ നെഞ്ചിൽ നിന്ന് സ്ലാബിലേക്ക് അല്പം നീങ്ങിയിരുന്നു ചോദിച്ചു. അതോ, അതൊക്കെ ഉണ്ട്. മനു കുസൃതിച്ചിരിയോടെ പറഞ്ഞു. പറയുണ്ണിയേട്ടാ, എവിടെന്നാണ് പായസം കുടിച്ചത്? മീനു ആകാംക്ഷയോടെ അവനെ നോക്കി. പായസം? ആ, പാൽപായസം. അതാണ് ഉണ്ണിയേട്ടൻ നുണഞ്ഞത്. അവളുടെ ചുണ്ടിൽ പതിയെ വിരലോടിച്ചുകൊണ്ട് മനു പറഞ്ഞു. എന്തോ ഒരു സംശയം തോന്നിയതുപോലെ മീനു അവന്റെ മുഖത്തേക്ക് നോക്കി. അയ്യേ, ഈ ഉണ്ണിയേട്ടൻ. മനുവിന്റെ നോട്ടവും വിരലുകൾ ചുണ്ടിൽ ചലിക്കുന്നതും അറിയെ നാണത്തോടെ മീനു സ്ലാബിൽ നിന്ന് പിടഞ്ഞിറങ്ങാൻ നോക്കി. എന്നാൽ അവളെ ഇറങ്ങാൻ സമ്മതിക്കാതെ മനു തന്നെ നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചുകൊണ്ട് അവളെ നിലത്തിറക്കി നിർത്തി. കഴിക്കാനെടുക്ക്, ഉണ്ണിയേട്ട ഇപ്പൊ വരാം. ഇനിയും നിന്നാൽ ഈ ടേസ്റ്റ് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി നിയന്ത്രിക്കാൻ പറ്റില്ല. എന്റെ പൊടിയേ, നിന്റെ ഉണ്ണിയേട്ടന്. അവളുടെ ചുവപ്പ് പടർന്ന കവളിൽ ചുണ്ടു ചേർത്ത് പറഞ്ഞിട്ട് മനു റൂമിലേക്ക് കയറി. മനു പോകുന്ന വഴി ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നിട്ട് ചോറും കറിയുമൊക്കെ വിളമ്പി ടേബിളിൽ കൊണ്ടുവച്ചു മീനു. കഴിക്കാമോ പൊടിയെ? കൈ കഴുകി മനു മീനുവിന്റെ അടുത്ത് വന്നിരുന്നു. മൂളിക്കൊണ്ട് മീനു വായ തുറന്നു കാണിച്ചു. മനു ചിരിയോടെ ചോറുരുട്ടി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. മീൻകറി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണിയേട്ടൻ ഉണ്ടാക്കിയത്. കൊള്ളാവോ എന്ന് നോക്കിയേ. മീൻകറി ഒഴിച്ചു കുഴച്ച ചോറ് കഴിച്ച് ഇഷ്ടമായ മീനു മനുവിനോട് പറഞ്ഞു. കൊള്ളാവോ ഉണ്ണിയേട്ടാ? മീനു വീണ്ടും മനുവിനോട് ചോദിച്ചു. എന്റെ പൊടിയെ, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എന്റെ കൊച്ചു എന്തുണ്ടാക്കിയാലും സൂപ്പറാണല്ലോ. മീനു വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കണ്ട് അവളെ ചേർത്ത് പിടിച്ച് മനു പറഞ്ഞു. സത്യമായും കൊള്ളാവോ? ഇഷ്ടായോ ഉണ്ണിയേട്ടാ? വിടർന്ന മിഴിയോടെ മീനു അവനെ നോക്കി. സത്യമായും കൊള്ളാടാ. എന്റെ പൊടി ആദ്യമായി ഉണ്ടാക്കിയതല്ലേ, മീൻകറി നന്നായിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് തന്നെ മനു വീണ്ടും അവളുടെ വായിലേക്ക് ചോറ് വാരി വെച്ചു കൊടുത്തു. അവനും കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മീനു വീണ്ടും വിളമ്പിക്കൊടുത്തത് മുഴുവനും കഴിച്ചിട്ടാണ് അവൻ എഴുന്നേറ്റത്. ഉണ്ണിയേട്ടാ, ദേ മാമൻ വന്നിട്ടുണ്ട്. വീണ്ടും ഓട്ടോയുമായി പോകാൻ റെഡിയാകുമ്പോഴാണ് മീനു വന്ന് പറഞ്ഞത്. ആ മാമ, ഓട്ടോ ഇല്ലായിരുന്നോ? എപ്പോ വന്നു? മനു വന്ന് രമേശന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. പോയടാ, നേരത്തെ വന്നു. ഇതിന്റെ കോപ്പിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതും എടുത്തു ഇങ്ങ് പോന്നു. മനുവിന്റെ കയ്യിൽ ആ പേപ്പറൊക്കെ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു. ഒരുപാട് താമസിക്കുമോ മനു? ഇല്ലെന്നേ, നാളെ തന്നെ ഇതിന്റെ മറുപടി അറിയാം. വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ 2 ദിവസം, അതിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. മനു അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മതി, എങ്കിലും ഒരുപാട് താമസിക്കരുത് മനു.
സാഹചര്യം മോശമാണ്. വിഷമത്തോടെ പറഞ്ഞിട്ട് അയാൾ മുഖം കുനിച്ചു. ഇല്ല, ഒട്ടും താമസിക്കില്ല. ഞാൻ ഇതിന് ഇന്ന് തന്നെ മറുപടി പറയാം, പോരെ? മനു അയാളുടെ വിഷമം മനസ്സിലാക്കിയതുപോലെ പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് അയാൾ മീനു കൊണ്ടു കൊടുത്ത നാരങ്ങ വെള്ളവും കുടിച്ചിട്ട് എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു.